മലയാള സിനിമയിലെ ഒരു പ്രമുഖനെ വിവാഹം ചെയ്യാൻ അവസരം കിട്ടിയാൽ ആരെ വിവാഹം ചെയ്യും? നല്ല ചോദ്യം. എനിക്ക് ഉണ്ണിമുകുന്ദനെ ഇഷ്ടമാണ്. കല്യാണം കഴിക്കാന്നല്ല കേട്ടോ. എനിക്ക് റോഷനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഒരു വിശ്വാസത്തിൽ എന്നെ ഒരാൾക്ക് ലൈഫ് പാർട്ട്ണറായി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സെക്കൻഡ് ഓപ്ഷൻ പോവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സൈഡിൽ നിന്ന് നൈസ് അടിച്ചുവിടുകയാണ്. ഒരു ലവർ ഓർ ഹസ്ബൻഡ് മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ആവുന്നു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടുന്ന പരിഗണനയെല്ലാം തരുന്നു, നിങ്ങളത് അറിയുന്നു, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂല്ല. നമ്മളുടെ അടുത്ത് അത്രയും ഇഷ്ടമുള്ള ഒരാൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്താണ് പെരുമാറേണ്ടുള്ളത് എനിക്ക് എന്താണ് അത് ആ സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. അതേപ്പോൾ ആ സ്പോട്ടിൽ എന്താണെന്നുള്ളത് അങ്ങനെ അങ്ങ് പോകും. അല്ല, ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത് അത്രയും ഇഷ്ടമുണ്ട്, ഇപ്പോൾ നമ്മുടെ വൾണറബിലിറ്റീസൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളായിരിക്കും. അയാൾക്ക് വേറൊരാളൊരു അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളോട് നിന്നിട്ട് കാര്യമില്ല. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അങ്ങനെ ആൾക്ക് വേറൊരു വ്യക്തികളിലേക്ക് പോകാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി എന്നെ പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ കാണിക്കണ കെയറും സ്നേഹവും ഒക്കെ അത് വെറും ഡ്രാമ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു വിശ്വാസത്തിൽ എന്നെ ഒരാൾക്ക് ലൈഫ് പാർട്ട്ണറായി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സെക്കൻഡ് ഓപ്ഷൻ പോവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ അഹങ്കാരമല്ല, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ സങ്കല്പങ്ങൾ. ബട്ട് ഇൻ കേസ് അങ്ങനെ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് റിജക്ട് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യില്ല അപ്പം തന്നെ. എന്നുവെച്ചാൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തിന് വാല്യൂ ഇല്ലല്ലോ. അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ വേറൊരു ഇതിൽ പോകത്തില്ലല്ലോ. അപ്പം അതൊരിക്കലും സിൻസിയർ ആയിട്ടുള്ള സ്നേഹമല്ല. നിങ്ങൾ അപ്പം രണ്ടുപേരും സെപ്പറേറ്റ് ആവും. എനിക്കറിയില്ല അതെങ്ങനെയാണ് ഞാൻ എടുക്കുക എന്നുള്ളത്, എനിക്ക് അറിയില്ല. ചെയ്യാൻ ചാൻസ് കുറവാണ്. അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല, റിജക്റ്റ് ചെയ്യും. മലയാള സിനിമയിലെ ഒരു പ്രമുഖനെ വിവാഹം ചെയ്യാൻ അവസരം കിട്ടിയാൽ ആരെ വിവാഹം ചെയ്യും? അങ്ങനെ നമുക്കുള്ള അങ്ങനെ ഭാഗ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജാണ്. അങ്ങനെ പൃഥ്വിരാജിനോട് ഞാൻ മൂവി ചെയ്തിട്ടുള്ളതുകൊണ്ടും എനിക്ക് പൃഥ്വിരാജാണ് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ. ചാൻസ് ഇല്ല, കെട്ടിപ്പോയി. എനിക്ക് റോഷനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ എനിക്ക് ഡിക്യൂനെ പിന്നെ ഉണ്ണിമുകുന്ദനെയാണ്. എന്നാലും ഇരിക്കട്ടെ, നമുക്ക് ക്രഷ് തോന്നാലോ. കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുള്ളത് പണ്ടത്തുള്ള നടിമാരായിരുന്നു കേട്ടോ. നമ്മുടെ ശോഭന, ഒരു വിൻറ്റേജ് കാലഘട്ടം ഉണ്ടല്ലോ. എനിക്ക് ആ ഒരു രീതിയാണ്, എനിക്ക് ആ ഒരു താല്പര്യമാണ് ഇപ്പോഴും. ആ ഒരു വിൻറ്റേജ് ലുക്കിലുള്ള ആൾക്കാരുടെ അടുത്താണ് ഇപ്പോഴും ഭയങ്കര ഇഷ്ടം. എനിക്ക് ഉണ്ണിമുകുന്ദനെ ഇഷ്ടമാണ്. കല്യാണം കഴിക്കാന്നല്ല കേട്ടോ. സ്ത്രീധനം ചോദിച്ചാൽ എന്തായിരിക്കും? ഉറപ്പായിട്ടും കൊടുക്കത്തില്ല. ശ്രീധരത്തിനോട് താല്പര്യമൊന്നുമില്ല. ആ അതെ, സൈഡിൽ നിന്ന് നൈസ് അടിച്ചുവിടുകയാണ്. പെങ്കൊച്ച് നല്ലതായിരുന്നു അതല്ലേ? സ്ത്രീധനം വാങ്ങുന്നതിനോട് സ്ത്രീധനമൊന്നും എനിക്കത് ഇതായിരിക്കും മനസ്സിലാവുന്നത്. അത് മോക്ക് എന്താണോ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ അവർ വാങ്ങിക്കാനുള്ളത് വാങ്ങിക്കുക. എനിക്ക് അതിനോട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. എനിക്ക് വേണ്ടിയിരുന്നാലും അതിനെക്കുറിച്ചുള്ള ഒരു ഇതുമില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് പ്രിയപ്പെട്ടതാകുന്ന ആ വ്യക്തി ഒരിക്കലും അങ്ങനെ ചോദിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരാളായിരിക്കില്ല. കാരണം അങ്ങനെ ഒരാളെ ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യില്ല. ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ പൊക്കോളം പറയും. അങ്ങനെ